ഇന്ന് വലിയൊരു കൂമ്പ് കിട്ടി കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഇന്ന് കൂമ്പ് തോരൻ എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൂമ്പ് തോരൻ. അങ്ങനെ കൂമ്പ് തോരനും കറിക്ക് വേണ്ടിയിട്ടുള്ള തേങ്ങ പൊട്ടിക്കലാണ് കേട്ടോ. അതിനകത്തുള്ള വെള്ളം ഞാൻ കുടിച്ച് നന്നായിട്ട് ദാഹം അങ്ങോട്ട് മാറ്റി. അത് കഴിഞ്ഞിട്ട് തേങ്ങ തിരുമാനായിട്ട് ഇരുന്നപ്പോൾ ഉമ്മച്ചി എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞു. അതിന് മറുപടി പറഞ്ഞ് ഞാൻ കുറേയധികം തേങ്ങ തിരുമെടുത്തു. കറിക്ക് വേണ്ടതുകൊണ്ട് തന്നെ കുറേ അധികം തേങ്ങ വേണമായിരുന്നു. അപ്പം നാരങ്ങ വെള്ളം എന്നും പിഴിയുന്നതുകൊണ്ട് നാരങ്ങ വെള്ളം കുറച്ച് ഉണ്ടാക്കി വെക്കാമെന്ന് വിചാരിച്ചു. നന്നായിട്ട് നാരങ്ങ ഇങ്ങനെ ഉരുട്ടിയെടുത്ത് കഴിഞ്ഞാൽ അതിനകത്ത് നീരൊക്കെ നന്നായിട്ട് കിട്ടും. അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കൂമ്പൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുത്തോട്ടെ. അതിൻ്റെ ഇടയ്ക്ക് കറിക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. കൂമ്പ് നന്നായിട്ട് അത്രയും വലിയ കൂമ്പ് വൃത്തിയാക്കി വന്നപ്പോഴത്തേക്കിന് ഇച്ചിരിയേ ഉള്ളായിരുന്നു. അങ്ങനെ കറിക്ക് അരച്ച് കറി താളിച്ച് ഒഴിച്ച് വെച്ചു. ഉപ്പ് ഇട്ട് തിളയ്ക്കാൻ വേണ്ടി അടച്ചു വെച്ചു. ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ മീൻ പെറുക്കി ഇടുന്നതായിരിക്കും കേട്ടോ ഒന്നുകൂടെ നല്ലത്. അങ്ങനെ കൂമ്പ് ഞാൻ അരിയാനായിട്ട് എടുത്തേ. കൂമ്പ് ഇന്നത്തെ കൂമ്പ് എന്തോ എനിക്കറിയില്ല, എൻ്റെ കൈ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കിന് ഭയങ്കരമായിട്ട് ഒരുമാതിരി കറുത്തൊരു വല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. കണ്ടപ്പോൾ സത്യമായിട്ടും സങ്കടം വന്ന്. സാധാരണ കൂമ്പരിയും ഈ ഒരു അവസ്ഥ എനിക്ക് അങ്ങനെ വരാറില്ല, എന്നാലും കുഴപ്പമില്ല. അപ്പോഴത്തേക്കും കറി തിളച്ച് വന്ന് ഞാൻ നല്ല മത്തി ഉണ്ടായിരുന്നു. ആ മത്തി കോരി വാരി അതിനകത്തേക്ക് ഇട്ടിട്ടോ. പിന്നെ കൂമ്പ് തോരന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങയും നല്ല ജീരകവും പച്ചമുളകും ഒക്കെ മഞ്ഞൾപ്പൊടി ഇട്ട് അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും റെഡിയാക്കി, എല്ലാം റെഡിയായി കഴിഞ്ഞ് പാത്രങ്ങൾ കഴുകലാണ് എൻ്റെ പൊന്നേ. അതും കഴിഞ്ഞ് മീൻ പൊരിക്കാനും ഇട്ട് കഴിഞ്ഞ് എൻ്റെ പണി ഇന്നത്തെ കഴിഞ്ഞു കേട്ടോ. ഞാൻ പോട്ടെ, സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ.